നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായ ലഹരി ആരോപണം വിവാദമായതിന് പിന്നാലെ നടൻ ശ്രീനാഥ് ബാസിക്കെതിരെ ആരോപണവുമായി എത്തിയിരിക്കുകയാണ് നിർമ്മാതാവ് ഹസീബ് മലബാർ. ശ്രീനാഥ് ബാസി സിനിമാ സെറ്റിൽ നിരന്തരം ലഹരി ആവശ്യപ്പെട്ടിരുന്നുവെന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത്. പുലർച്ചെ 3 മണിക്ക് ഫോണിൽ വിളിച്ച് കഞ്ചാവ് കിട്ടിയേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞ നടനാണ് ശ്രീനാഥ് ബാസി എന്നും നമുക്ക് കോടതിയിൽ കാണാമെന്നുമാണ് ഹസീബ് മലബാർ ഫേസ്ബുക്കിലൂടെ വെളിപ്പെടുത്തിയത്. നടൻ സ്ഥിരമായി വരാത്തതിനാൽ ചിത്രീകരണവും ഡബ്ബിങ്ങും നീണ്ടുപോയെന്നും നിർമ്മാതാവ് പറയുന്നുണ്ട്. 35 ദിവസം കൊണ്ട് തീർക്കേണ്ട സിനിമ ചിത്രീകരണം അവസാനിച്ചത് 120 ദിവസത്തിനു ശേഷമാണെന്നും നടൻ സ്ഥിരമായി വരാത്തതിനാൽ ചിത്രീകരണവും ഡബ്ബിങ്ങും നീണ്ടുപോയെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. ക്യാരവാന് ലഹരി പിടിച്ചെടുക്കാൻ കഴിവുണ്ടെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആക്സിഡന്റ് ഉണ്ടാകുന്ന വണ്ടി ശ്രീനാഥ് ബാസിയുടേതായേനെയെന്നും ഹസീബ് മലബാർ ആരോപിച്ചു. ലഹരി പരിശോധനയ്ക്കിടെ നടൻ ഷൈൻ ടോം ചാക്കോ ഹോട്ടൽ മുറിയിൽ നിന്നും പോലീസിനെ വെട്ടിച്ച് ഓടി രക്ഷപ്പെടുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ശ്രീനാഥ് ബാസിക്കെതിരെയും ആരോപണമുയരുന്നത്. ആലപ്പുഴയിൽ ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ചെടുത്ത കേസിലും ശ്രീനാഥ് ബാസിക്കെതിരെ ആരോപണം ഉയർന്നിരുന്നു. 2 കോടി വില വരുന്ന ഹൈബ്രിഡ് കഞ്ചാവുമായി തസ്ലീമ സുൽത്താന എന്ന സ്ത്രീയെ ആലപ്പുഴയിൽ നിന്നും പിടികൂടിയപ്പോൾ താൻ ശ്രീനാഥ് ബാസിക്കും ഷൈൻ ടോം ചാക്കോയ്ക്കും കഞ്ചാവ് കൈമാറിയെന്നായിരുന്നു അവർ മൊഴി നൽകിയത്. തസ്ലീമയും നടന്മാരും തമ്മിലുള്ള ചാറ്റും എക്സൈസിന് ലഭിച്ചിരുന്നു. സംഭവത്തിൽ നടൻ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നെങ്കിലും പിന്നീടത് പിൻവലിക്കുകയായിരുന്നു. അതേസമയം ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ നടി വിൻസി അലോഷ്യസ് ഉയർത്തിയ ആരോപണവും ചർച്ചയാവുകയാണ്. ഇന്നലെ രാത്രിയായിരുന്നു ലഹരി പരിശോധനയ്ക്കിടെ ഷൈൻ ഹോട്ടൽ മുറിയിൽ നിന്നും ഓടി രക്ഷപ്പെട്ടത്. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായുള്ള ഡാൻസ് ഓഫ് സംഘത്തിന്റെ പരിശോധനയ്ക്കിടെയാണ് നടൻ ഹോട്ടൽ മുറിയിൽ നിന്നും ഇറങ്ങി ഓടിയത്.